വളരെ സിമ്പിളായിട്ടുള്ളൊരു വരമല്ലേ. പരമശിവൻ നോക്കിയപ്പോൾ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പുള്ളി അപ്പം തന്നെ ശരി ഇത് ദുരുപയോഗം ചെയ്തിട്ടോ എന്ന് പറഞ്ഞിട്ട് ആ വരം കൊടുത്തു. അപ്പോൾ ഈ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഭസ്മാസുരൻ എന്ന് പേര് കിട്ടി. പുള്ളി ആരെ നേരെ വിരൽ ചൂടുന്നു അവൻ അപ്പം തന്നെ കത്തി ദഹിച്ച് ഭസ്മമായി തീരും. അപ്പോൾ ഇതോടുകൂടി ഭസ്മാസുരന് വലിയ ആഹ്ലാദമായി. പക്ഷേ പുള്ളിക്ക് പെട്ടെന്നൊരു സംശയം തോന്നി, ഭസ്മാസുരൻ മിക്കവാറും മലയാളിയാവാനേ സാധ്യതയുള്ളൂ. ഇങ്ങനൊരു വരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് യഥാർത്ഥത്തിലുള്ള വരമാണോ അതോ പരമശിവൻ നമ്മളെ ആക്കിയതാണോ എന്നറിയണമല്ലോ. പുള്ളി പറഞ്ഞു, ചേട്ടാ പരമശിവൻ ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്. ചേട്ടൻ നീ വരമുണ്ടല്ലോ, ഇതിന് വല്ല ശക്തിയുണ്ടോ, ഇതുകൊണ്ട് വല്ല ഫലമുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാനൊരു പണി ചെയ്യാം. ഞാൻ ചേട്ടനെ തന്നെ ചൂണ്ടാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് പരമശിവൻ ഞെട്ടിപ്പോയി. കാരണം ആ പുള്ളിക്ക് മനസ്സിലായി ഇപ്പോൾ പുള്ളിയെ ഭസ്മമായി കളയുന്നത്. പരമശിവൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി എന്നാണ്. പിന്നെ ഈ അസുരനെ ഒതുക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു മോഹിനി വേഷത്തിലെത്തിയെന്നും അവസാനം ഭസ്മാസുരൻ തന്നെ സ്വയം ചൂണ്ടി തൻ്റെ നെറുകയിൽ തന്നെ ഈ വിരൽ വെച്ച് ഭസ്മമായി പോയെന്നൊക്കെയാണ് കഥ. ആ ഭാഗത്തിന് വലിയ പ്രസക്തിയില്ല. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ഭസ്മാസുരന് വരം കൊടുത്ത പോലെ എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. മലയാളത്തിൽ മാത്രമേ ഉള്ളൂ, അതോ സംസ്കൃതത്തിലുണ്ടോ മറ്റ് സംസാരങ്ങളിലേക്ക് ഇത് പ്രാബല്യത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും കുട്ടിക്കാലം മുതൽക്ക് കേട്ടിട്ടുള്ളൊരു കഥ ഇതാണ്. ഞാനിപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ കുമാരി മമതാ ബാനർജിയുടെ കാര്യമാണ്. മമതാ ബാനർജി ഇപ്പോൾ BJP-യാൽ തോൽപ്പിക്കപ്പെട്ട് തോറ്റുന്നവരെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും പശ്ചിമ ബംഗാളിലെ ഭരണാധികാരം നഷ്ടപ്പെട്ടു.